കേരളം വീണ്ടും ഒരു യുദ്ധക്കളമാകാൻ പോവുകയാണ്. അതായത് കേരളം ഇനി നീങ്ങാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. തുടർ ഭരണം ലക്ഷ്യമിട്ട് ഇടതുമുന്നണി നിർണായക നീക്കങ്ങൾ നടത്തുമ്പോൾ ഭരണം പിടിക്കാൻ കോൺഗ്രസ് ക്യാമ്പും സജീവമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയും ചെറിയ രീതിയിൽ ഒന്ന് കത്തി നിൽക്കുകയാണെന്ന് തന്നെ പറയാം. പറഞ്ഞു വരുന്നത് നമ്മുടെ എം മണിയുടെയും VT ബൽറാമിന്റെയും കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മണിയാശാൻ LDFന്റെ ഓരോ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് UDFനെ പരിഹസിക്കാൻ നോക്കിയപ്പോൾ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത VT ബൽറാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. മണിയാശാന്റെ ഈ അക്കങ്ങൾ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. MM മണി ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ സംഖ്യകൾ ശരിയാണ്. പക്ഷേ അതിനോട് ചേർത്ത് വെച്ച 35 എന്ന അക്കമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. UDF ലക്ഷ്യം വയ്ക്കുന്നത് കേവലം ഒരു ജയമല്ല, മറിച്ച് LDFനെ തകർക്കുന്ന വലിയൊരു ഭൂരിപക്ഷമാണ്. 98, 68, 91, 99. തൽക്കാലം ഇതൊരു ഫോൺ നമ്പറാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റത്തിന്റെ മാന്ത്രിക സംഖ്യയാകും എന്നാണ് ബൽറാം മറുപടി കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഈ മറുപടിയിൽ UDF ക്യാമ്പുകൾ വളരെ ആവേശത്തിലായിരിക്കുകയാണ്. ഈ മറുപടി മണിയാശാന് വേണ്ടി മാത്രമുള്ളതല്ല, ഭരണ തുടർച്ച ലഭിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഓരോ CPM നേതാക്കൾക്കുമുള്ള ഒരു താക്കീതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. തങ്ങളെ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനം UDFനെ കൈപിടിച്ച് കയറ്റിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കാരണം ഈ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പെൻഷൻ മുടങ്ങുന്നതും വിലക്കയറ്റവും ജനങ്ങളെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. പിൻവാതിൽ നിയമനങ്ങളും PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും LDFന്റെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. ഒപ്പം സർക്കാരിന്റെ ഓഫീസിന്റെ നിഴലിൽ നടത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ഒന്ന് പറയട്ടെ, LDF സർക്കാരിന്റെ ഓരോ വികസനത്തിന്റെയും കണക്കുകൾ CPM നേതാക്കൾ നിരത്തുമ്പോൾ അതിനേക്കാൾ സർക്കാരിന്റെ കൊള്ളകളുടെ ലിസ്റ്റ് ജനങ്ങൾ നിരത്തും. അതിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തുടർഭരണം ലഭിക്കുമെന്ന് സ്വപ്നം കാണാൻ കഴിയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്വപ്നമല്ല, മറിച്ച് അധികാരത്തിന്റെ ലഹരിയിൽ കാണുന്ന ദിവാസ്വപ്നമാണ്. VT ബൽറാം സൂചിപ്പിച്ചതുപോലെ അടുത്ത തവണ ഇടതുപക്ഷത്തിന് ലഭിക്കാൻ പോകുന്നത് വെറും 35 സീറ്റുകളായിരിക്കും എന്ന പ്രവചനം വെറുതെയല്ല. സ്വർണ്ണക്കടത്ത് മുതൽ കരുവന്നൂർ വരെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചും കള്ളക്കടത്തിന് കുടപിടിച്ചും മുന്നോട്ടു പോകുന്ന സർക്കാരിനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുമെന്ന് ഉറപ്പാണ്.